പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. പാർട്ട് 1 പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് തത്വങ്ങളും ധർമ്മങ്ങളും. പാർട്ട് 2 ബിസിനസ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്, ബിസിനസ് ഫിനാൻസും വിപണനവും. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ്, നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. സെക്കൻഡ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. തേർഡ്, ബിസിനസ് എൻവയോൺമെൻറ്റ്. ഫോർത്ത്, പ്ലാനിംഗ്. ഫിഫ്ത്ത്, ഓർഗനൈസിംഗ്. സിക്സ്ത്, സ്റ്റാഫിംഗ്. സെവൻത്ത്, ഡയറക്റ്റിംഗ്. എയ്റ്റ്ത്ത്, കൺട്രോളിംഗ്. 1. മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവവും പ്രാധാന്യവും. 2. മാനേജ്മെൻറ്റ് തത്വങ്ങൾ. 3. വ്യാപാര പരിതസ്ഥിതി. 4. ആസൂത്രണം. 5. സംഘാടനം. 6. സ്റ്റാഫിംഗ്. 7. നിർദ്ദേശിക്കൽ. 8. നിയന്ത്രിക്കൽ. 9th, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. 10th, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. 11th, മാർക്കറ്റിംഗ്. 12, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. 13th, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. 9. ധനപരമായ മാനേജ്മെൻറ്റ്. 10. ധനപരമായ വിപണികൾ. 11. വിപണനം. 12. ഉപഭോക്തൃ സംരക്ഷണം. 13. സംരംഭകത്വ വികസനം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവവും പ്രാധാന്യവും. നമ്മളെല്ലാവരും ജീവിതത്തിൽ പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. നമ്മുടെ കോളേജിൽ ആർട്ട് ഫെസ്റ്റ് നടത്താറില്ലേ? ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതാണോ? അല്ല. ഇതിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിലായി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കാറുണ്ട്. അതുപോലെ നമ്മളൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ എക്സാം എഴുതുന്ന ദിവസമാണോ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത്? അല്ല. എക്സാമിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ആരംഭിക്കാറുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രവർത്തനത്തെ വിജയത്തിൽ എത്തിപ്പിക്കാൻ സഹായിക്കുന്ന നിരവധി ഘടകങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്നത് ആഗോള തലത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ബിസിനസ് സ്ഥാപനങ്ങളിലും ബിസിനസ്സേതര സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് ആവശ്യമാണ്. മാനേജ്മെന്റ് കൂടാതെ ഒരു സ്ഥാപനങ്ങൾക്കും കാര്യക്ഷമമായും ഫലപ്രദമായും പ്രവർത്തിക്കാൻ സാധ്യമല്ല. The term management denotes either an individual or a group of individuals who are entrusted with the responsibilities of running an organization smoothly. Thus, they plan, organize, direct, and control the activities in an organization to achieve the objectives. സംഘടന സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സംഘം വ്യക്തികൾ എന്നതാണ് മാനേജ്മെൻറ്റ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിക്കുകയും നിർദ്ദേശിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ളവരിൽ കൂടെ കാര്യങ്ങൾ നടത്തിക്കുന്ന കലയാണ് മാനേജ്മെൻറ്റ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനേജ്മെന്റ് പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്: പ്രോസസ്, എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി.
Process means the primary functions or activities of management, such as planning, organizing, staffing, directing, and controlling. കാര്യങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാനായി മാനേജ്മെൻറ്റ് നിർവഹിക്കുന്ന പ്രാഥമിക കർത്തവ്യങ്ങളെയാണ് പ്രക്രിയ എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, ജീവനക്കാരെ നിയോഗിക്കുക, ദിശാബോധം നൽകുക, നിയന്ത്രിക്കുക എന്നിവയാണ് ഈ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. Effectiveness in management means doing the right task, completing the activities, and achieving the predefined goals. ഉചിതമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുക, പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മുൻകൂട്ടി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ നേടുക എന്നിവയാണ് മാനേജ്മെൻറ്റിൽ ഫലപ്രാപ്തി കൊണ്ട് അർത്ഥമാക്കുന്നത്. എഫിഷ്യൻസി മീൻസ് ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി, കംപ്ലീറ്റ്ലി ആൻഡ് വിത്ത് മിനിമം കോസ്റ്റ്. ചുമതല അഥവാ കർത്തവ്യങ്ങൾ പരമാവധി കുറഞ്ഞ ചെലവിൽ കൃത്യമായും പൂർണ്ണമായും നിറവേറ്റുക എന്നതാണ് കാര്യക്ഷമത കൊണ്ട് അർത്ഥമാക്കുന്നത്. എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും എന്താണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എ, ബി എന്നീ രണ്ട് മാനേജർമാർക്ക് അവരുടെ ജനറൽ മാനേജർ ഒരു മാസത്തേക്ക് 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ അസൈൻമെന്റ് അസൈൻ ചെയ്തു കൊടുത്തു. എ എന്ന മാനേജർ 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാക്കി. എന്നാൽ എ പ്രൊഡക്ഷൻ പൂർത്തീകരിച്ചത് നിലവിലുള്ളതിനേക്കാൾ അധികം ലേബേഴ്സിനെ ഉപയോഗിച്ചാണ്. ബി എന്ന മാനേജർ 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ പൂർത്തീകരിച്ചത് നിലവിലുള്ള ലേബേഴ്സിനെ മാത്രം ഉപയോഗിച്ചാണ്. അതായത് എ എന്ന മാനേജർ തൻ്റെ പ്രൊഡക്ഷൻ പൂർത്തീകരിക്കുന്നതിന് അധികം കോസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ബി എന്ന മാനേജർ തൻ്റെ പ്രൊഡക്ഷൻ പൂർത്തീകരിക്കുന്നതിന് അധികം കോസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. രണ്ടു പേരും ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടാളും എഫക്റ്റീവ് ആയിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ എന്ന മാനേജർ എഫക്റ്റീവ് ആണ്, ബട്ട് എഫിഷ്യൻ്റ് അല്ല. എന്നാൽ ബി എന്ന മാനേജർ എഫക്റ്റീവ് ആണ്, എഫിഷ്യൻ്റുമാണ്. കാരണം അദ്ദേഹം തൻ്റെ പ്രൊഡക്ഷൻ പൂർത്തീകരിച്ചത് മിനിമം കോസ്റ്റിലാണ്. അടുത്തതായി നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഫീച്ചർ, ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. മാനേജ്മെൻറ്റ് എയിംസ് അറ്റ് അച്ചീവിങ് certain organizational goals. These should be stated in simple and clear terms. Goals may be different for different organizations. മാനേജ്മെൻറ്റ് ഒരു ലക്ഷ്യാധിഷ്ഠിത പ്രക്രിയയാണ്. സ്ഥാപനങ്ങൾ അവയുടേതായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് പരിശ്രമിക്കുന്നു. അത് ലളിതവും വ്യക്തവുമായ വ്യവസ്ഥകളിൽ പ്രസ്താവിച്ചിരിക്കണം. ലക്ഷ്യങ്ങൾ പല സ്ഥാപനങ്ങളിൽ പലതായിരിക്കും. ഉദാഹരണത്തിന്, ബിസിനസ് സ്ഥാപനങ്ങളുടെ ലക്ഷ്യം വരുമാനവും ലാഭവുമാണെങ്കിൽ സ്കൂൾ, കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം മികച്ച വിദ്യാഭ്യാസം പ്രദാനം ചെയ്യലായിരിക്കും. ഓൾ പെർവസീവ്. The activities involved in managing an organization are common, whether it is economic, social, or political. Management concept is used all over the world, whether in India or US, and in all business and non-business organizations. മാനേജ്മെൻറ്റ് സർവ്വവ്യാപിയാണ്. സ്ഥാപനം സാമ്പത്തികമോ സാമൂഹികമോ രാഷ്ട്രീയപരമോ ആകാമെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവായ രീതിയിലായിരിക്കും. മാനേജ്മെൻറ്റ് എന്ന ആശയം ഇന്ത്യയിലോ US-ലോ എന്നല്ല, ലോകമെമ്പാടും ഇന്ന് ബിസിനസ് മേഖലയിലും ബിസിനസ്സേതര മേഖലയിലും ഒന്നു തന്നെയാണ്. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെൻറ്റ് ഈസ് എ കോംപ്ലക്സ് ആക്ടിവിറ്റി which has 3 dimensions. A. Management of work. All organizations are engaged in
ഡൂയിങ് സം കൈൻഡ് ഓഫ് വർക്ക്. മാനേജ്മെൻറ്റ് ബഹുവിധ മാനങ്ങളുള്ളതാണ്. 3 തരം മാനങ്ങളുള്ള ഒരു സങ്കീർണ പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ്. എ. ജോലിയുടെ മാനേജ്മെൻറ്റ്. എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സംഘടനകളും എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, സ്കൂളുകൾ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നു, ഫാക്ടറികൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ആശുപത്രികൾ രോഗികൾക്ക് പരിചരണം നൽകുന്നു. ബി. മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ടു എനി ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ പീപ്പിൾ. ബി. ജോലിക്കാരെ മാനേജ് ചെയ്യൽ. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏറ്റവും അമൂല്യമായ ആസ്തി അതിൻ്റെ മാനുഷിക വിഭവമാണ്. ആളുകളിലൂടെ ജോലി ചെയ്തെടുക്കുന്ന കാര്യമാണ് മാനേജ്മെൻറ്റിലുള്ളത്. സി. മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് റെഫേഴ്സ് ടു പ്രൊഡക്ഷൻ പ്രോസസ് വിച്ച് ട്രാൻസ്ഫോംസ് ഇൻപുട്ട് ഇൻടു ഡിസയേർഡ് ഔട്ട്പുട്ട്. സി. പ്രവർത്തനങ്ങളുടെ മാനേജ്മെൻറ്റ്. അസംസ്കൃത വസ്തുക്കൾ ഉപഭോഗത്തിനുതകുന്ന ഒരു ഉൽപ്പന്നമായി പരിണമിപ്പിക്കാൻ ആവശ്യമായ ഉൽപ്പാദന പ്രക്രിയക്കാണ് പ്രവർത്തനങ്ങളുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിന് ജോലിയുടെ മാനേജ്മെൻറ്റും ജോലിക്കാരുടെ മാനേജ്മെൻറ്റും എന്ന 2 മാനങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടായിരിക്കണം. മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെൻറ്റ് ഈസ് continuous and a never-ending function. It identifies problems constantly and takes appropriate actions. മാനേജ്മെൻറ്റ് അനുസ്യൂതമായ ഒരു പ്രക്രിയയാണ്. മാനേജ്മെൻറ്റ് അനുസ്യൂതവും ഒരിക്കലും അവസാനിക്കാത്തതുമായ പ്രവർത്തനമാണ്. മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. All enterprises consist of a group of people with different needs. Every member of the group enters the organization with a different purpose. But as members of the organization, they work together for the attainment of common organizational goal. മാനേജ്മെൻറ്റ് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. വ്യത്യസ്ത ആവശ്യങ്ങളുള്ള വ്യക്തികളുടെ ഗ്രൂപ്പുകൾ അടങ്ങുന്നതാണ് എല്ലാ സംരംഭങ്ങളും. ഗ്രൂപ്പിലെ ഓരോ അംഗവും സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നത് വ്യത്യസ്ത ഉദ്ദേശങ്ങളോടെയാണ്. എന്നാൽ സ്ഥാപനത്തിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ അവരെല്ലാം സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. Management principles and techniques are dynamic in nature. This is because management adapts itself to the changes and introduces innovation. മാനേജ്മെൻറ്റ് ഒരു ചലനാത്മക പ്രവർത്തനമാണ്. മാനേജ്മെൻറ്റ് സിദ്ധാന്തങ്ങളും സങ്കേതങ്ങളും ചലനാത്മക സ്വഭാവമുള്ളതാണ്. ഇത് മാനേജ്മെൻറ്റ് സ്വയം മാറ്റങ്ങൾക്ക് അനുരൂപമാവുകയും നവീകരണം നടത്തുകയും ചെയ്യുന്നതിനാലാണ്. ഉദാഹരണത്തിന്, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപരിക്കുന്ന ഭീമന്മാരായ KFC പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭക്ഷ്യ ഇനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെൻറ്റ് ഈസ് സംടൈംസ് റെഫേർഡ് ടു ആസ് intangible or unseen force. Its presence is visualized by the result, that is, increase in profit, satisfied workforce and customers, etc. മാനേജ്മെൻറ്റ് ഒരു അദൃശ്യ ശക്തിയാണ്. മാനേജ്മെൻറ്റ് എന്നത് ഒരു അദൃശ്യ ശക്തിയാണെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഫലങ്ങളിൽ കൂടിയാണ് മാനേജ്മെൻറ്റിൻ്റെ സാന്നിധ്യം മനസ്സിലാകുന്നത്. അതായത് ലാഭത്തിൽ വർധന, സംതൃപ്തരായ തൊഴിലാളി സമൂഹവും ഉപഭോക്താക്കളും എന്നിവയിലൂടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും മാനേജ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
മാനേജ്മെന്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം.